നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 465 465. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 465. കഴിഞ്ഞ എപ്പിസോഡിൽ 464 എപ്പിസോഡ് അതിൽ നമ്മൾ സംസാരിച്ചത് മത്സ്യാവതാരം എന്നുള്ള 214 സർഗത്തിൽ 68ാമത്തെ ശ്ലോകം. ഒരു ഒന്നൊന്നര ശ്ലോകമാണത്. ഞാൻ വായിക്കാം, കാരണം ചുക്ക് ഏറിയത് കൊണ്ട് കഷായം കേടുവരില്ല. മനസ്സിലായില്ലേ? കഷായം നന്നാവുള്ളൂ. എങ്ങും പൊങ്ങിപ്പരക്കും പ്രളയജലിതയിൽ പത്മജൻ ചെറ്റുറക്കം തൂങ്ങിടും രാവിൽ അന്നാൾ വദനഗളിതമായി പോയ വേദം മനോജ്ഞം മുങ്ങിച്ചെന്നാകമാനം കവരുമൊരു ഹയഗ്രീവനെ കൊന്ന് വൈകാതെ അങ്ങ് സത്യവ്രതന് ഉൾ തെളിവ് അരുളിയ ഹേ മത്സ്യമൂർത്തേ തൊഴുന്നേൻ. എന്തുമാത്രം മനോഹാരിതമായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. അതിനി അർത്ഥം പറയാൻ പോണില്ല. ഏതായാലും ആലോചിക്കാം, ചിന്തിക്കുക അത്ര നിവർത്തിയുള്ളൂ. അപ്പം ഇനി 215 സർഗം തുടങ്ങണം. സുദ്യുമ്ന സരിതം. സുദ്യുമ്നൻ എന്നുള്ള ആളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. 1-ാം ശ്ലോകം. മന്നന്തരങ്ങളവിടുന്നരുളി ചെയ്തു കേട്ടു ഞാൻ വിശേഷൻ അവയിൽ ചെയ്ത വിചിത്ര ചരിതങ്ങളും. മന്നന്തരങ്ങൾ പറയണ്ടായി. അവിടുന്ന് അരുളി ചെയ്തു കേട്ടു ഞാൻ വിശേഷൻ, സാക്ഷാൽ മഹാവിഷ്ണു, അവയിൽ ചെയ്ത വിചിത്ര ചരിതങ്ങളും. സത്യവ്രതാഖ്യൻ മുൻകൽപ്പത്തിങ്കൽ ആ ദ്രവിഡാധിപൻ. ദ്രാവിഡൻ എന്നാണ് ശരിക്കത്. ഒരു ദീർഘത്തിൻ്റെ കമ്മിണ്ട് അവിടെ. മന്നന്തരങ്ങൾ അവിടുന്ന് അരുളി ചെയ്ത് കേട്ടു ഞാൻ വിശേഷൻ അവയിൽ ചെയ്ത വിചിത്ര ചരിതങ്ങളും. സത്യവ്രതാഖ്യൻ മുൻകൽപ്പത്തിങ്കൽ ആ ദ്രാവിഡാധിപൻ ജ്ഞാനോപദേശം ഭഗവാൻ ചെയ്ത സൗഭാഗ്യവാരിധി. ഭഗവാനാൽ നേരിട്ടിട്ട് ജ്ഞാനോപദേശം ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയാണോ? പല ഋഷിമാരും ഭഗവാനും പറഞ്ഞ് ജ്ഞാനോപദേശം ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെയല്ല, ഭഗവാൻ നേരിട്ടിട്ട്. വൈവസ്വതാഖ്യമനുവായെന്നും ഇക്ഷ്വാകുമുഖ്യരാം അദ്ദേഹത്തിൻ പുത്രരെന്നും അവിടുന്നരുളീലയോ. ചോദിക്കുകയാണ്. ഇക്ഷ്വാകുമുമ്പാം അവൻ തൻ വംശം വെവ്വേറെയാവതും കേൾപ്പാൻ ഞങ്ങൾക്കാഗ്രഹമുണ്ട്, അരുളി ചെയ്യണം ഗുരോ എന്ന് പരീക്ഷിത്ത് ഈ വിധം ചോദിക്കവേ ചൊല്ലി മഹാമുനി. ശുഖബ്രഹ്മർഷി. പരീക്ഷിത്ത് ഈ വിധം ചോദിക്കവേ ചൊല്ലി മഹാമുനി ബ്രഹ്മജ്ഞരേവരും ഭക്തകഥ കേൾപ്പാൻ കൊതിക്കവേ. ബ്രഹ്മജ്ഞരെ ശ്രദ്ധിക്കണം. ബ്രഹ്മജ്ഞാനികള്, ബ്രഹ്മജ്ഞരേവരും ഭക്തകഥ കേൾപ്പാൻ കൊതിക്കവേ. വൈവസ്വതന്റെ വംശത്തിൽ മുഖ്യങ്ങൾ ചിലതോതിടാം, നൂറ്റാണ്ടു വിസ്തരിച്ചാലും മുഴുക്കില്ല തീർച്ചയാം. അതായത് ഒരു കഥ നൂറ്റാണ്ടുകൾ പറഞ്ഞാലും തീരില്ല, മുഴുമിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ ചെറിയ കാപ്സൂളായിട്ട് പറഞ്ഞത്.
ബ്രഹ്മാതിസ്തംഭപര്യന്തം ഇക്കാണും വിശ്വമൊക്കെയും മുൻ കൽപ്പാന്തത്തിൽ ആ സാക്ഷാൽ പരമാത്മാവു തന്നെയാം തന്നാഭിയിൽ താമരമൊട്ടൊന്നുണ്ടായി ഹിരൺമയം. സ്വർണമയം എന്നാണ് അർത്ഥം പറയാം. ഹിരൺമയം എന്ന് പറഞ്ഞാൽ അതിങ്കൽ നിന്നാം ബ്രഹ്മാവ് നാൻമുഖൻ ജന്മമാർന്നതും. ശരിക്കും പറഞ്ഞാൽ ആ താമരമുട്ട് എന്താണ്? ഭാരതഖണ്ഡം എന്നാ. കഥ പറയുമ്പോൾ ലക്ഷണാർത്ഥം പറയണം. ലക്ഷണാർത്ഥം അറിയണവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും പറയും നാൻമുഖൻ താമരയിലാണ് ഇരുന്നത് എന്ന്. അങ്ങനെയല്ല. നാൻമുഖൻ താമരമൊട്ടാകുന്ന ഭാരതഖണ്ഡത്തിൽ ഉണ്ടായി എന്നാണ്. വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നാഭിയിൽ താമരമൊട്ടൊന്നുണ്ടായി ഹിരൺമയം അതിങ്കൽ നിന്നാം ബ്രഹ്മാവ് നാൻമുഖൻ ജന്മമാർന്നതും തൻ മനസ്സിങ്കൽ നിന്നുണ്ടായി മരീചി മുനി. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ്. തൻ മനസ്സിങ്കൽ നിന്നുണ്ടായി മരീചി മുനി തന്മകൻ കശ്യപന് ഉണ്ടായാൻ അതിഥി ദേവിയിൽ. വിവസ്വാന്റെ മകൻ ശ്രാദ്ധദേവനാം മനു സംജ്ഞ ഒരാളുടെ പേരാ, ഒരു സ്ത്രീയുടെ പേരാ. ശ്രദ്ധയിൽ ജനിപ്പിച്ചാനാ മഹാൻ 10 പുത്രരെ. ഈ സനാതനധർമ്മത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ പേര് ഗുണവിശേഷങ്ങളുള്ളതാണ്. ശ്രദ്ധ. ശ്രദ്ധയിൽ ജനിപ്പിച്ചാനാ മഹാൻ 10 പുത്രരെ. ഇക്ഷ്വാകു, ശര്യാദി, നൃഗൻ, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷൻ, നരിഷ്യന്തൻ, നഭകനും പൃഷദ്രൻ കവിയിങ്ങനെ. ഇക്ഷ്വാകു, ശര്യാദി, നൃഗൻ, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യന്തൻ, നഭാഗൻ, പൃഷദ്രൻ, കവി. അങ്ങനെ 10 ആള്. വസിഷ്ഠ ഭഗവാൻ മുൻപിൽ മനുവെ കൊണ്ടു പുത്രനായി മിത്രാവരുണ ദൈവത്യയാഗം ചെയ്യിപ്പിച്ചിരുന്ന നാൾ. മിത്രാവരുണ ദൈവത്യാഗം, മിത്രാവരുണന്മാരെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ച നാൾ ഹോതാവിനോടപേക്ഷിച്ചാൻ. ഹോമം കഴിക്കുന്ന ആളേനെയാണ് ഹോതാവ്. മന്ത്രം ചെല്ലുന്ന ആളേനാണ് ഋത്വിക്ക് എന്ന് പറയാം. ഇതിന് കാശ് ചെലവാളാനെയാണ് യജമാനൻ എന്ന് പറയാം. അപ്പോൾ ഹോതാവിനോടപേക്ഷിച്ചാൻ മനുപത്നി പയോവ്രത പെൺകിടാവളവാകേണ്ടും ഹോമം ചെയ്യുവാൻ നിഗൂഢമായി. ഈ സ്ത്രീജന്യമായ പോരായ്മ അവിടെ ചൂണ്ടിക്കാണിച്ചു. ഇത് നമ്മുടെ ഇടയിലൊരു ഗുണപാഠമായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും ഉള്ളപ്പോൾ ഭർത്താവ് ഒരു പൂജ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ പതിവ്രതയാണെങ്കിൽ 100% അതിൽ പങ്കുചേരണം. അല്ലാണ്ട് അവരൊക്കെയായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? തനിക്ക് കുട്ടികളില്ലാത്തതിനാൽ ഒരു ആൺകുട്ടി വേണം എന്നുദ്ദേശിച്ചിട്ടാണ് ഹോമം ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഈ ഹോതാവിനെ രാജ്ഞി കാശ് കൊടുത്ത് പറഞ്ഞു പെൺകുട്ടിയാണ് ഉണ്ടാവേണ്ടത്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പറഞ്ഞു. അതുകൊണ്ട് നിഗൂഢമായി ആരും കേൾക്കാണ്ട് അദ്ധിര്യവും സമ്മതിച്ചാനാവിധം അദ്ദേഹം അഗ്നിയിൽ മന്ത്രവും ചൊല്ലി. അതായത് അദ്ധിര്യു മന്ത്രം ചൊല്ലണ ആളുവാണല്ലോ, വേദം ചൊല്ലാൻ. അദ്ധിര്യവും സമ്മതിച്ചാൻ ആവിധം അദ്ദേഹം അഗ്നിയിൽ മന്ത്രവും ചൊല്ലി ഹോമിച്ചാൻ എത്രയും ഭക്തിപൂർവകം. ധ്യാനം മാറുകയാലുണ്ടായി പെൺകിടാവ് ഇളയെന്നവൾ. ഇള എന്നാണ് പേര്, കൂട്ടി വായിക്കണം. അല്ല, കൂട്ടക്ഷരാണ്, വിടർത്തി വായിക്കണം. ധ്യാനം മാറുകയാലുണ്ടായി പെൺകിടാവ് ഇളയെന്നവൾ ചോദിച്ചു ഗുരുവോടൊട്ടു മോദിച്ചുടുകിലും മനു. അല്ല, ആൺകുട്ടി വേണമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്, പിന്നെ എങ്ങനെ പെൺകുട്ടിയായത്? ഇതെന്തേ കർമ്മവൈഷമ്യം വേദജ്ഞർക്കുളവായി വരാൻ. വേദങ്ങൾ ചൊല്ലി ഹോമം ചെയ്യുന്ന ആൾക്കാർക്ക് കർമ്മവൈഷമ്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? അന്നത്തെ കാലത്ത് പറഞ്ഞപടിയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല.
ഇതെന്തേ കർമ്മവൈഷമ്യം വേദജ്ഞർക്കുളവായി വരാൻ മന്ത്രത്തിൻ്റെ ബലം തെറ്റിക്കാണുകിൽ കഷ്ടമല്ലയോ. ഇപ്പം എന്താ മനസ്സിലായത്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചാൽ രാമനും കൃഷ്ണനും ഹരിയും ഒക്കെ നമ്മൾക്ക് സ്വയത്താവും. വേണ്ട മാതിരി ജപിച്ചാൽ, നിഷ്കാമമായിട്ട് ജപിച്ചാൽ. ട്രാൻസ്പെറൻസി മനസ്സിനുണ്ടാവണം. സംശുദ്ധമായ മനസ്സുകൊണ്ട് നാമം ജപിച്ചാൽ ആ നാമിയുടെ ഗുണഗണങ്ങൾ നമ്മളിലുണ്ടാവും. ഇല്ലെങ്കിലോ ആ കാശ് പോയി. തപസ്സാൽ പാപമറ്റീ മട്ട ഇത്രയും സാധുശീലരിൽ എമ്മട്ടെടുക്കും വൈഷമ്യം കള്ളം പിണ്ണോരിൽ മാതിരി. ദേവന്മാർ പലവരും കള്ളത്തരം ചെയ്യും. എന്നാൽ തപസ് കൊണ്ട് പാപമറ്റി ഈ മട്ട ഇത്രയും സാധുശീലർ, മുനിശ്രേഷ്ഠന്മാർ ഹോതാക്കളായിട്ട് വരിക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പണി പറ്റിച്ചാൽ പിന്നെ എങ്ങനെ വിശ്വാസം ഉണ്ടാവുക? എന്മട്ടടുക്കും വൈഷമ്യം കള്ളം പിണ്ണോരിൽ മാതിരി. മനുവിൻ മൊഴി കേട്ടോതി വസിഷ്ഠൻ ഭഗവാനുടൻ അല്പമോർത്ത് ഇത് ഹോതാവ് നിമിത്തമുളവായതാം. അപ്പോൾ വസിഷ്ഠൻ ത്രികാലജ്ഞാനിയാണ്. വസിഷ്ഠരെ എന്ന് പറയണം. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിട്ടല്ല, ബഹുവചനം. വസിഷ്ഠര് എന്ന് പറയണം. വസിഷ്ഠര് ഉടൻ അല്പം ഓർത്ത് ഒന്ന് അകക്കണ്ണ് കൊണ്ട് ധ്യാനിച്ചു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഹോതാവ് നിമിത്തം മുളവായതാം. എങ്കിലും കുണ്ഠിതം വേണ്ട, പിഴയൊട്ടാകെ നീക്കി ഞാൻ. പേടിക്കണ്ട, ആ ഒരു വൈകല്യം ഞാൻ നീക്കിത്തരാം. പെൺകിടാവിനെ ആൺകുഞ്ഞാക്കി തീർത്തു കൊള്ളാം തപസ്സിനാൽ. തപസ്സിൻ്റെ വൈശിഷ്ട്യം, ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ട്. പുരാണങ്ങൾ വായിക്കേണ്ട എങ്ങനെ ഇത് മനസ്സിലാവുക? പുരാണ ഇതിഹാസങ്ങളിലുള്ള കഥകൾ അറിയാതെ കണ്ട് നമ്മൾ പുരാണം നന്നല്ലാന്ന് എങ്ങനെയാ പറയുക, വായിച്ച് മനസ്സിലാക്കാണ്ട്? അപ്പോൾ പെൺകിടാവിനെ ആൺകുഞ്ഞായി തീർത്തു കൊള്ളാം തപസ്സിനാൽ എന്നോതി മഹാത്മാവാം വസിഷ്ഠൻ അഖിലേശനെ സ്തുതിച്ചാൻ. ഇളയെ തന്നെ പുമാനായി വിലസിക്കുവാൻ. ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം എന്താ ഉള്ളത്? അപ്പോൾ ഭഗവാനെ ശ്രദ്ധപൂർവം തപസ് ചെയ്തു. അദ്ദേഹത്തിന് ഇഷ്ടവരം നൽകിനാനാദിപുരുഷൻ മഹാവിഷ്ണു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വരം കൊടുത്തു. ആ മട്ടിൽ സുദ്യുമ്നനെന്ന രാജകുമാരനായി. അങ്ങനെ ഇള എന്ന സ്ത്രീയാണ് വസിഷ്ഠരുടെ തപശ്ചര്യ കൊണ്ട്, ഭഗവാന്റെ കൃപ കൊണ്ട് എന്ത് പുരുഷൻ എന്നാണ് പറഞ്ഞത്? സുദ്യുമ്നൻ എന്ന പേരിൽ ആയത്. ആ യുവാവ് ഒരു നാൾ ആ യുവാവ് ഒരു നാൾ 6-7 അമാത്യരോടുകൂടവേ. കൂട്ടക്ഷര എനിക്ക് പറ്റിയില്ല, എനിക്ക് ക്ലച്ച് പിടിച്ചില്ല, അതിൽ പിന്നെ പിടിച്ചു. ആ യുവാവ് ഒരു നാൾ 6-7 അമാത്യരോട്, മന്ത്രിമൈര്യന്മാരോടുകൂടി നായാട്ടിന് അത്ഭുതം ബാണങ്ങളും വില്ലും എടുത്തുടൻ. പലതരത്തിലുള്ള ശരങ്ങളുള്ള അവനാഴികൾ, മന്ത്രതന്ത്രങ്ങളെ കൊണ്ട് ജപിച്ച് തൊടുത്തു വിടാൻ പറ്റിയ വില്ലുകളായിട്ട് നായാട്ടിന് പോയി. പോർ ചട്ടയിട്ടു കുതിരപ്പുറത്തേറി വനങ്ങളിൽ ഓരോ മൃഗങ്ങൾ തൻ പിന്നിൽ വേട്ടയാടി രസിപ്പവൻ. ശ്രദ്ധിക്കണം, ശരിക്കും നായാട്ട് എന്തിനാ പറയുന്നുണ്ട്? നായാട്ട് രാജാവ് ചെയ്യണം. എന്തിന്? തൻ്റെ പ്രജകൾക്ക് ദുഃഖം ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ടാണ് നായാട്ട്, അല്ലാണ്ട് രസിക്കാനുള്ളതല്ല. ഇത് അർത്ഥം അറിയണം, ഇതിൻ്റെ ഗഹനത മനസ്സിലാക്കണം. എന്ത് പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ, എന്ത് പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ, എന്ത് പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിൽ, എന്ത് പറഞ്ഞു, അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താ നമ്മളറിയണം. അപ്പോൾ നായാട്ട് ഇപ്പോൾ അതായത് നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും ഉത്സവം, അയ്യപ്പനാണെങ്കിലും ശിവനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അതിൽ ഒരു നായാട്ട് ഇതുണ്ട്. എന്താ പള്ളിവേട്ട എന്നാണ് പറയാം. നായാട്ടിന് പള്ളിവേട്ട എന്നാണ് പറയാം. ആ പള്ളിവേട്ടയ്ക്ക് പോകുമ്പോൾ ഒറ്റച്ചണ്ടയായിട്ട് കാടിളക്കാതെ കൊണ്ട് മെല്ലെ ശബ്ദമില്ലാണ്ട് വേണം പോവാൻ. അത് കഴിഞ്ഞ് ആചാരപ്രകാരം അല്ലെങ്കിൽ
വേറൊരു വാക്ക് പറയാം, ഒബ്ജക്റ്റിവിസം കാണിക്കും, ഒരാംഗ്യം കാണിക്കും. വല്ല ചക്കേനെ മുള്ളം പന്നിയായിട്ട് കരുതി അതിനെ പിന്നെ ഭഗവാനാണ് അമ്പ ചെയ്തത്. പിന്നെ വേട്ടവിളി പറഞ്ഞിട്ടൊന്നുണ്ട്, അത് അയ്യപ്പനാണ് പ്രധാനം. വേട്ട വിളിക്കുക, കാട് അളക്കുക എന്നൊക്കെ പറയും. അല്ലാണ്ട് രസത്തിനല്ല. ഇവിടെ രസത്തിനാ. ഏത് നായാട്ടിനത്ഭുതം ബാണങ്ങളും വില്ലുമെടുത്തുടൻ പോർച്ചട്ടയിട്ട് കുതിരപ്പുറത്തേറി വനങ്ങളിൽ ഓരോ മൃഗങ്ങൾ തൻ പിന്നിൽ വേട്ടയാടി രസിപ്പവൻ. അങ്ങനെയല്ല. മേരുവിൻ ചോട്ടിൽ, അതായത് മഹാമേരു പർവ്വതത്തിൻ്റെ ചോട്ടിൽ ഒട്ടേറെ വടക്ക് ജഗദീശ്വരൻ പാർവതീദേവിയോടൊപ്പം പാർപ്പതാം പുണ്യമാമിടം. അറിയാണ്ട് അവിടെ കയറി. എങ്ങനെ? മേരുവിൻ മഹാമേരു പർവ്വതത്തിൻ്റെ ചോട്ടിൽ ഒട്ടേറെ വടക്ക് ജഗദീശ്വരൻ പാർവതീദേവിയോടൊപ്പം, അത് ആദിപരമേശ്വരൻ എന്ന് വേണം പറയാൻ. പരമേശ്വരൻ പാർവതീദേവിയോടുകൂടി പാർപ്പതാം പുണ്യമാമിടം അണഞ്ഞളവിൽ ആശ്ചര്യം താനും തൻ കൂട്ടരൊക്കെയും പെൺകോലം പൂണ്ടു പെട്ടെന്നു തേരിൽ കുതിര കൂടിയും. അപ്പോൾ ഈശ്വരഹിതത്തിനെ തപസ് ചെയ്ത്, നിഷ്കാമകർമ്മത്തിന് തപസ് ചെയ്ത് മോക്ഷമല്ല ചോദിച്ചത് വസിഷ്ഠർ. പെണ്ണായിരുന്നവളെ ആണാക്കി തരണം എന്നാണ്. അപ്പം അത് നടക്കില്ല എന്ന് നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്താണ് ഈ കഥയിൽ കൂടി. അപ്പോൾ പരമേശ്വരിയും പരമേശ്വരനും വാഴുന്ന സ്ഥലത്ത് ഇവരറിയാണ്ട് കയറി, വിത്തൗട്ട് പെർമിഷൻ. പ്രോഹിബിറ്റഡ് ഏരിയ ആണത്. ഭാര്യാഭർത്താക്കന്മാർ സംസാരിച്ചിരിക്കുമ്പോൾ, അച്ഛനമ്മമാർ സംസാരിച്ചിരിക്കുമ്പോൾ മുതിർന്ന മക്കളോ ചെറുമക്കളൊന്നും ഇടയിൽ പോയി സംസാരിക്കാൻ പാടില്ല. കാരണം അവർ ഏത് വൈകാരിക തലത്തിലാണെന്ന് നമ്മൾക്കറിയില്ല. ചിലപ്പോൾ കടമകളെപ്പറ്റി, കാശിൻ്റെ കാര്യത്തിൽ, ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടൊക്കെ ആവും. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ അവരൊന്നും പറയില്ല. അപ്പോൾ നമ്മളൊക്കെ ചില ഉപദേശങ്ങളുണ്ട്. മഹാഭാരതത്തിൽ, അനുശാസന പർവ്വതത്തിൽ മക്കൾ അച്ഛനമ്മമാർ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അടുത്ത് പോകാൻ പാടില്ല. ഏട്ടനും ഏട്ടത്തിയമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത് പോകാൻ പാടില്ല. ഇങ്ങനൊക്കെ കണക്കുണ്ട്. രാജാവും രാജപത്നിയും കൂടി ഇരിക്കുമ്പോൾ, രാജസഭ നടക്കുമ്പോഴേ ആൾക്കാർക്ക് ദുഃഖം പറയാൻ പാടുള്ളൂ. ഇതൊന്നും അറിയാണ്ട് തോന്നിവാസം കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, പാർപ്പതാം പുണ്യമാമിടം മണഞ്ഞളവിൽ ആശ്ചര്യം താനും തൻ കൂട്ടരൊക്കെയും പെൺകോലം പൂണ്ടു പെട്ടെന്നു തേരിൽ കുതിര കൂടിയും. ആ മട്ടിൽ ഏവരും പെണ്ണുങ്ങളായി കണ്ടു പരസ്പരം നോക്കി വല്ലാതെ ആ കാട്ടിലൊട്ടേറെ വിഷമിച്ചു പോയി. അതെന്താ അവിടം ആ മട്ടിലാവാനെന്ന അത്ഭുതത്തോടും രാജാവ് ചോദിക്കുകയാൽ ഓതിനാൻ ബാധരായണി. അപ്പോൾ കഥയിൽ ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ കൂട്ടത്തിലല്ല. ഇപ്പോൾ മാഷന്മാർ ക്ലാസ് എടുക്കുമ്പോൾ ചോദ്യം ചോദിച്ച കുട്ടിയോട് യു കീപ് മം, സിറ്റ് ഡൗൺ എന്ന് പറയും. പണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രോത്സാഹിക്കുന്ന മാഷന്മാരായിരുന്നു. അവർ സർവജ്ഞന്മാരായിരുന്നു. ഇന്ന് കാശ് കൊടുത്ത് സ്കൂൾ മാഷായിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല, പഠിപ്പിക്കില്ല. അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും യൂണിയൻ നേതാക്കന്മാരായിട്ട് പോവുക. കുട്ടികളുടെ കാര്യം മഹാമോശമാണ്. അതിനനുസരിച്ചിട്ട് നമ്മുടെ യൂണിയൻ ആക്ടിവിറ്റീസും കുട്ടികൾ നേരാവണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്നുള്ള നിലയാണ്. അതുകൊണ്ടാണല്ലോ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊന്നും പബ്ലിക് സ്കൂളിൽ പഠിക്കണില്ല. അവരൊക്കെ ബോർഡിംഗ് സ്കൂളിൽ കേമായിട്ട് കേരളത്തിൻ്റെ പുറത്ത്. കേരളത്തിൽ സാക്ഷരത ഉണ്ടാക്കിയത് അതായത് പാർട്ടിക്കാരുടെ ചിഹ്നം അറിയാൻ മാത്രമേ ഉള്ളൂ. വേദാന്തപരമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരിക പരമായിട്ടോ ഒന്നും പഠിപ്പിക്കണില്ല. ആ കാലം പോയി. അതിൻ്റെ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് 8ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ കൂടി ഭാര്യാഭർത്താക്കന്മാരെ പോലെ അപകടകരമായ സാഹചര്യത്തിലാണ് ജീവിച്ച് വരുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണമെങ്കിൽ യൂണിയൻ ആക്ടിവിറ്റീസ് എന്നും പറയാം. അതാണല്ലോ യൂണിയൻ ആക്ടിവിറ്റി. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇണചേരുക. അതിനാണ് യൂണിയൻ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ ഒരു പോരായ്മയാണത്.
അതാരാ ഇനി മാറ്റുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ അപ്പോൾ പറഞ്ഞു ഈ എന്താ ഈ കഥയിൽ ഇങ്ങനെ വരാൻ കാരണം എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശുഖബ്രഹ്മർഷിയോട് ചോദിച്ചു. അതാണ് അതെന്ത് അവിടം ആ മട്ടിലാവാനെന്ന് അത്ഭുതത്തോടും രാജാവ് ചോദിക്കുകയാൽ ഓതിനാൻ ശുഖബ്രഹ്മർഷി. എന്താണ്? ഒരു നാളവിടം ചെന്നു സുവ്രതന്മാർ മഹർഷികൾ ശിവനെ കാണുവാൻ തേജസ്സികൾ ഓർക്കാത്ത വേളയിൽ, അതായത് ഭഗവാനും പാർവതി ദേവിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് ഋഷിമാരവിടെ സംശയം തീർക്കാൻ വേണ്ടി പോയി. വസ്ത്രമില്ലാതെ ഭർത്താവിനൊപ്പം തന്നെ മഹർഷികൾ കണ്ടെന്നോർത്ത് ഏറെ നാണിച്ചു നീറും ആ ലളിതാംബിക എണീറ്റുടൻ പട്ടുടുപ്പ് ചുറ്റിയും കൊണ്ടു നീങ്ങിനാൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഏത് പുരാണമാണെങ്കിലും ചിലപ്പോൾ പുരാണങ്ങളിൽ പറയുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ കുറച്ച് വ്യത്യാസം കാണും. അതിൽ നമ്മൾ വ്യാസരെ കുറ്റം പറയണ്ട. കാരണം 18 പുരാണങ്ങൾ 18 കാലങ്ങളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രമോഷമുണ്ടോ? അപ്പോൾ ഓരോന്നിലും നമ്മൾക്ക് അതിൻ്റെ നേരായ മാർഗം മനസ്സിലാക്കിയാൽ മതി. ഈശ്വരോപാസന ചെയ്യലാണല്ലോ ഈ കഥാതന്തുക്കളിൽ കൂടെ നമ്മൾ അതിന് പിടിപ്പുകേട് വരാൻ പാടില്ല. അപ്പോൾ വസ്ത്രമില്ലാതെ ഭർത്താവിനൊപ്പം തന്നെ മഹർഷികൾ കണ്ടെന്നോർത്ത് ഏറെ നാണിച്ച് നീറും ആ ലളിതാംബിക, മനസ്സ് നീറി ആ ലളിതാംബിക എന്നുള്ള വാക്കിൽ നിന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് വന്നിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണീറ്റുടൻ പട്ടുടുപ്പ് ചുറ്റിയും കൊണ്ടു നീങ്ങിനാൾ. കാണാമറയത്ത് പോയി. സന്ദർഭം പറ്റിടാഞ്ഞൊട്ടേ അകതാർവാടിയെങ്കിലും മനസ്സിനിമാരുടൻ പോയി നരനാരായണാശ്രമം. അതായത് ഈ ഋഷീശ്വരന്മാർ അവിടെ പോയപ്പോൾ സന്ദർഭം പറ്റിടാഞ്ഞൊട്ട് ഒന്ന് അകതാർവാട് എങ്കിലും മനസ്സിന് ചെറിയൊരു വൈക്ലഭ്യം തോന്നി. മനസ്സിമാരുടൻ ആരാ? മനസ്സിമാര്, ഋഷീശ്വരന്മാർ പോയി നരനാരായണാശ്രമത്തിലേക്ക് അവരെത്തി. പ്രിയതൻ പ്രീതിയോർത്ത് ഈശൻ ഈ മട്ടെന്നരുളേടിനാൻ. അതാണല്ലോ ഈ ഭർത്താവായാൽ ഭാര്യയ്ക്ക് പരിരക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഗൃഹസ്ഥ ജീവിതം ശരിയാവില്ല. അപ്പോൾ എല്ലാവരും കോംപ്രമൈസിന് പുറപ്പെടും. അത് പുരുഷന്മാരുടെ പരാജയമല്ല, ഏറ്റുമുട്ടലുകൾ സംഭവിക്കാതെ കണ്ടിരിക്കാനും ലലനാമണികളുടെ അജ്ഞതയെ ദൂരീകരിക്കാനും വേണ്ടി ഇത് പറയുമ്പോൾ ചിലവർക്ക് എന്നോട് ചിരി തോന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് എൻ്റെ 2-3 കഥാപാത്രങ്ങളുണ്ട് കേൾക്കുന്ന ആൾക്കാർ, എന്നെ വളരെ ക്ലോസ് ആക്കുള്ള അറിയണവർ, വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്. ഞാൻ ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ട് പറയില്ല. അപ്പോൾ പ്രിയതൻ പ്രീതിയോർത്ത്, അതാണ് സത്യം. ഈ ആണുങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നതാണ്. പ്രിയതൻ പ്രീതിയോർത്ത് ഈശൻ ഈ മട്ട് അന്ന് അരുളിയിടിനാൻ ഇനിമേലിൽ ഇങ്ങണഞ്ഞിടുമ്പുമാൻ പെണ്ണാം അതേക്ഷണം. എപ്പൊരിക്കൽ ഈ ഒരു ഠാവട്ടത്തിൽ പുരുഷന്മാർ കയറി വന്നാൽ അവർ പെണ്ണാവും. അതുകൊണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരരുത്. എൻ്റെ ഭാര്യ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഉടുതുണി ഇല്ലാതെ കൊണ്ട് എന്നോട് പെരുമാറിയെന്ന് വരും. അവളെ പിന്നെ തടയാൻ എനിക്ക് പറ്റില്ല. അത് അർത്ഥമായപ്പോൾ സോറി, സഭയിൽ അസഭ്യമില്ല. അതുകൊണ്ടാണ് പ്രിയതൻ പ്രീതിയോർത്ത് ഈശൻ ഈ മട്ടരുളേടിനാൻ. എന്താ? ഇനി മേലിൽ ഇങ്ങണഞ്ഞേടുമ്പുമാൻ പെണ്ണാമതേക്ഷണം. ആ നിമിഷം അന്നാൽ തൊട്ടാരും അവിടം വരില്ല ആണായി പിറന്നവൻ. അപ്പോൾ എല്ലാവർക്കും പ്രോപ്പർ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് എങ്ങോട്ടാ പോണത്? ആ ഭാഗത്തേക്ക്. അങ്ങോട്ട് പോകണ്ട, അവിടെ പോയാൽ താൻ ആണാവും, അല്ല ആണ് പെണ്ണാവും. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോവില്ല. അതുകൊണ്ടാണ് ദിവസം മുതൽ അന്നാൾ തൊട്ട് ആരും അവിടം വരില്ല ആണായി പിറന്നവൻ. സുബ്ദംനാദികൾ പെണ്ണുങ്ങൾ നാണിച്ചവിടെ ഒട്ടുനാൾ ചുറ്റിത്തിരിഞ്ഞൊരളവ് കണ്ടു ചന്ദ്രാത്മജൻ ബുധൻ. സാക്ഷാൽ ശശി ചന്ദ്രൻ, ഇന്ദു ചന്ദ്രൻ, ചന്ദ്രൻ്റെ മകൻ ബുധൻ. അപ്പോൾ
ചന്ദ്രന് മകനുണ്ടായത് തന്നെ ഗുരുനാഥൻ്റെ ഭാര്യനെ അടിച്ചു മാറ്റിയിട്ടാണ്. ബൃഹസ്പതിയാണ് ദേവന്മാരുടെ ആചാര്യൻ. അപ്പോൾ ആചാര്യൻ്റെ ആശ്രമത്തിൽ പഠിക്കാൻ പോയി. എന്തോ മനസ്സിലായില്ല. താരാന്നാണ് ബൃഹസ്പതിയുടെ ഭാര്യയുടെ പേര്. താരാദേവിക്ക് ചന്ദ്രനോട് ഒരു താല്പര്യം തോന്നി. അപ്പോൾ അവർ തമ്മിൽ വീഴ്ച നടത്തി, പ്രഗ്നൻ്റായി. ബൃഹസ്പതിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, എന്തോ ആയിക്കോട്ടെ. കാരണം അദ്ദേഹം ഈ വേദാന്തത്തിൻ്റെ മറുകര കണ്ട ആളാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇവിടുന്ന് പോകുമ്പോൾ ഭാരമില്ലാത്ത ആൾ ഭാരമായിട്ട് വന്നാൽ അതെന്തിനാ എൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ടത് എന്നുള്ള ചോദ്യമായി. കേസ് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവ് നാണിച്ച് നിൽക്കുന്ന താരയോട് സ്വകാര്യമായിട്ട് ചോദിച്ചു, അല്ല ആരാപ്പ ഈ കുട്ടിയുടെ അച്ഛൻ? അതിപ്പോഴേ ഇങ്ങനെ വട്ടത്തിൽ കാണിച്ചതാ കയ്യോണ്ട്, ആരാ? ചന്ദ്രൻ. അപ്പോഴും ഈ ഇതിൻ്റെ മുമ്പേ പറയണ്ടായി, പ്രിയതൻ പ്രീതിയോർത്ത്. എത്രയായാലും എൻ്റെ ഭാര്യയല്ലേ, അവൾക്ക് അങ്ങനെ ഒരു കയ്യബദ്ധം വന്നു, സാരമില്ല, ആ കുട്ടിയുടെ പിതൃത്വം ഞാൻ എടുത്തോളാന്നായി. അപ്പോഴാണ് ബ്രഹ്മാവ് ചോദിച്ചതല്ല ആരാടോ? അത് ചന്ദ്രനാണ് അച്ഛൻ. അപ്പോഴേക്കും ചന്ദ്രന് കലിപ്പ് കൂടി, എൻ്റെ ഭാര്യനെ എൻ്റെ അടുത്ത് പ്രസവിക്കണം. അങ്ങനെ പ്രസവിച്ചുണ്ടായ ആളാണ് ബുധൻ. ബുധന് ഗ്രഹത്വം കൊടുത്തിട്ടുണ്ട്. ബുധദശയിലാണ് ആധ്യാത്മിക വിജയം ഉണ്ടാവുക. ശനിദശ കഴിഞ്ഞാലാണ് ബുധദശ ഉണ്ടാവുക. അത് ഞാൻ പറയാം. 19 കൊല്ലം നീണ്ടു നിൽക്കുന്ന ശനിദശ കഴിഞ്ഞാൽ ബുധദശയാണ്. പിന്നെ ബുധദശയിൽ ആധ്യാത്മികമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഇവിടെ എന്താ പറയാൻ കാരണം, അങ്ങനത്തെ ഒരാൾ ഈ ഇളയനെ കണ്ടാൽ, അല്ല ഈ ആണ് പെണ്ണായിട്ടുള്ളവളെ കണ്ടാൽ സ്ഥിതി എന്താ? പ്രശ്നമുണ്ടോ? ആദ്യം സ്ത്രീയായി, പിന്നെ പുരുഷനായി, പിന്നെ ഈ പ്രൊഹിബിറ്റഡ് ഏരിയയിൽ വന്നപ്പോൾ പിന്നെയും സ്ത്രീയായി. അവളെ കണ്ട് പരിതാപം തോന്നി ഇദ്ദേഹത്തിന്. കണ്ടു ചന്ദ്രാത്മജൻ ബുധൻ മോഹിച്ചു തന്നിൽ അനുരക്തയാം ആ സുകുമാരിയിൽ. എന്താ സുകുമാരി എന്ന് പറഞ്ഞ അർത്ഥം? സൗകുമാര്യമുള്ളവളെന്ന് അർത്ഥം പറയണം. സൗകുമാര്യം, സുകുമാരി, സ്വാഗതം, സുസ്വാഗതം, കുമാരി, സുകുമാരി അർത്ഥം പറയണം. അപ്പോൾ ഇവിടെ പറഞ്ഞു സുകുമാരിയിൽ മഹാൻ. ബുധൻ ആരാണ്? അച്ഛൻ അല്ലേ? തട്ടി കൊടുത്ത് അതും അപ്പോഴും മഹാനാണ്. മഹാൻ ജനിപ്പിച്ചു പൂരൂരവസ് എന്നൊരു പുത്രനെ. ആ കഥയാണ് പൂരൂരവസിൻ്റെ കഥയാണ് പറഞ്ഞത്. പെണ്ണായി തീർന്നുള്ള സുദ്യപ്നൻ നൃപാലൻ ഗുരുവര്യനെ വശിഷ്ഠനെ സ്മരിച്ചപ്പോൾ അവിടം വന്നുപോൽ മഹാൻ. പെണ്ണായി തീർന്ന സുദ്യുപ്നൻ വശിഷ്ഠ മഹർഷീനെ മനസ്സിൽ വിചാരിച്ചു. അവിടെയും വശിഷ്ഠ മഹർഷി അവിടെ എത്തി. പെണ്ണായി തീർന്നുള്ള സുദ്യുപ്ന നൃപാലൻ ഗുരുവര്യനെ വശിഷ്ഠനെ സ്മരിച്ചപ്പോൾ അവിടം വന്നുപോൽ മഹാൻ. രാജാവിൻ നില കണ്ട് ഏറെ വിഷാദിച്ചു മഹാമുനി. എന്തപ്പം ഇയാളെ കൊണ്ട് ചെയ്യുക? ആദ്യം പെണ്ണായി, പിന്നെ ഞാൻ ആണാക്കി, അയാളിപ്പോൾ അതാ പിന്നെയും പെണ്ണായിട്ട് നിൽക്കണു. ഇനി ഞാൻ എന്താ ചെയ്യുക? രാജാവിൻ നില കണ്ട് ഏറെ വിഷാദിച്ചു മഹാമുനി. സുദ്യുപ്നനെ പുമാനായി താൻ കാണുവാൻ ചന്ദ്രചൂടനെ. സാക്ഷാൽ പരമശിവൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തു. അറിയാണ്ട് കയറിപ്പോന്നതാണ്. അതുകൊണ്ട് ഇയാളെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ചന്ദ്രചൂടനെ സ്തുതിച്ചാൻ. ശംഭോ ശങ്കര മഹാദേവ ചന്ദ്രചൂട പാർവതീപതേ ഗംഗാകാപുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. മാമുനിക്ക് ഇഷ്ടം നൽകാനും തൻ്റെ വാക്കിനെ സത്യമാക്കാനും. മാമുനി വശിഷ്ഠനെ അനുഗ്രഹിക്കണം. എന്നാൽ താനൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട്, ഇവിടെ അറിയാണ്ട് ആണുങ്ങൾ കയറിയ പെണ്ണാവുന്നു. ഇനി അത് മാറ്റാനും പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മാമുനിക്ക് ഇഷ്ടം നൽകാനും തൻ്റെ വാക്കിനെ സത്യമാക്കാനും ഓർത്ത് ഈ മട്ടരുൾ ചെയ്താൻ മഹാപ്രഭു.
എന്താ പറഞ്ഞത്? ഒരു മാസം പുമാൻ മറ്റേ മാസം പെണ്ണാം അടുത്തതിൽ ആവിധം കാത്തുകൊള്ളട്ടെ ഭൂമി നിന്റെ വനാം നൃപൻ. നീ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സുദ്വിപ്നൻ എന്ന രാജാവിൽ ഒരു മാസം സ്ത്രീ ആയിരിക്കട്ടെ, അന്തഃപുരത്തിൽ വാഴട്ടെ, അടുത്ത മാസം രാജാവായി പുരുഷനാവും, രാജഭരണം നടത്തട്ടെ, ഒരു മാസം റെസ്റ്റ്. ചോദിച്ചാൽ മതി മെറ്റർണിറ്റി ലീവോ അല്ലെങ്കിൽ മെഡിക്കൽ ലീവോ ആണ് എന്ന് പറഞ്ഞോട്ടെ. ആ വിധം കാത്തുകൊള്ളട്ടെ ഭൂമി നിന്റെ വനാം നൃപൻ. ആചാര്യകൃപയാൽ ആണ് ആ ഒരു മാസം ഭരിക്കലും. അടുത്തതിൽ അകം പൂകും പ്രജകൾക്ക് അത് അനിഷ്ടമാം. പ്രജകൾക്കത് അനിഷ്ടമാം. അതായത് രാജാവില്ലാത്ത രാജ്യത്ത് അരാജകത്വം വരും. അപ്പോൾ 12 മാസത്തിൽ 6 മാസേ രാജാവുള്ളൂ, 6 മാസം രാജാവില്ല. അതുകൊണ്ടാണ് അരാജകത്വം വരുന്നത്. അതാണ് പ്രജകൾക്ക് അത് അനിഷ്ടമാം എന്നോർത്ത് ഉൽക്കലനും മറ്റും രണ്ടാൾക്കും ദക്ഷിണാപദം ധർമ്മേകനിഷ്ഠരായോർക്കും ഭീതിച്ച് ഈ മഹാമതി തൻ്റെ പുത്രന്മാർക്ക് വിവേചിച്ചേക്ക് വാർദ്ധക്യമാം അളവ് അതോർത്ത് പൂരൂരുസവെണ്ണേൽപ്പിച്ചു ഭൂഭരണഭാരം ഉദാരശീലൻ അല്ലേ? സുദ്വിപ്നൻ പെണ്ണായി ഒരു മാസം സുദ്വിപ്നൻ രാജാവാകും. അപ്പോൾ തനിക്ക് ഒരു ബുധനിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് ഭാരമുദാരശീലൻ പോകിടാനുടനെ വേണ്ട വിധം മുകുന്ദ ധ്യാനാദി ചെയ്വതിനു പറ്റിയ പുണ്യദേശം അതേതാ? കാനനം. ഈ കാനനം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ അദോക്ഷജനായി അവരവരുടെ ചാളയിലാണെങ്കിലും അരമനയിലാണെങ്കിലും നമ്മൾക്ക് മനസ്സാകുന്ന കാട്ടിൽ ധ്യാനിച്ചാൽ മതി, ഭഗവാനെ ധ്യാനിച്ചാൽ മതി. കാട്ടിൽ പോയാലും നാടിനെ പറ്റി ആലോചിച്ചാൽ മോശമല്ലേ? അതങ്ങനെ വരാനും പാടില്ല. ഇങ്ങനെയുള്ള കാര്യഗൗരവമുള്ള കാര്യങ്ങളാണ് ഈ 215 സർഗത്തിൽ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ 40ാമത്തെ ശ്ലോകത്തോടു കൂടി വാർദ്ധക്യമാമളവ് അതോർത്ത് പൂരൂരുവസന്നേൽപ്പിച്ചു ഭൂവർണഭാരം ഉദാരശീലൻ പോകിയിടാൻ ഉടനെ വേണ്ട വിധം മുകുന്ദ ധ്യാനാദി ചെയ്വതിനു പറ്റിയ പുണ്യദേശം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതി കാണ്ഡേ പഞ്ചദശാധിക ദിശതമതർ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടാണ് ആ സർഗം അവിടെ കഴിഞ്ഞത്. ഇനി നമ്മൾക്ക് 466 സർഗം നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.